Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം നൽകിയ മറുപടി ഭീകരവാദത്തിനുള്ള താക്കീതാണ്. ആഗോള ഭീകരതയ്ക്കെതിരെ രാജ്യം സ്വീകരിക്കുന്ന നിലപാട് ലോകരാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പ്രതിനിധി സംഘത്തെ ചൊല്ലി കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ്. പാർട്ടി നിർദ്ദേശിക്കാത്ത അംഗത്തെ സംഘത്തിൽ ഉൾപ്പെടുത്തിയതാണ് അതൃപ്തിക്ക് കാരണം. ഭീകരവാദത്തെ തുരത്താൻ രാജ്യം ഒറ്റക്കെട്ടെന്നതിൽ അഭിപ്രായ ഭിന്നതയില്ല. ലോകരാജ്യ പര്യടനത്തിനുള്ള പട്ടികയിൽ ആരൊക്കെ എന്നതിൽ ഭിന്നത രൂക്ഷമാണ്. സന്ദർശിക്കുന്നത് സർവകക്ഷി പ്രതിനിധി സംഘമെന്ന് കേന്ദ്ര സർക്കാർ. മുൻനിരയിൽ നിന്ന് നയിക്കാൻ ശശി തരൂരിനെ തെരഞ്ഞെടുത്തതും കേന്ദ്രം. പാർട്ടിയോട് ആലോചിക്കാതെ തീരുമാനമെടുത്തതിൽ കോൺഗ്രസിൽ അതൃപ്തി. ആരൊക്കെ പോവണമെന്ന് തീരുമാനിക്കുന്നത് നേതൃത്വമെന്ന വിശദീകരണം. പ്രതിപക്ഷ നേതാവ് നിർദ്ദേശിച്ച പട്ടികയിൽ 4 പേർ. അതിൽ ശശി തരൂരിന്റെ പേരില്ല. തനിക്ക് വിരുദ്ധാഭിപ്രായമില്ലെന്ന തരൂർ. തർക്കം കോൺഗ്രസും കേന്ദ്രവും തമ്മിലെന്നും വിശദീകരണം. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിന് സ്ഥാനമുള്ളൂ എന്നും തരൂർ. ദേശസ്നേഹം പൗരന്മാരുടെ കടമ. ഇനിയും രാജ്യത്തിനു വേണ്ടി സംസാരിക്കും. തരൂരിന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് ദേശസ്നേഹം മാത്രമോ? കേന്ദ്രം ശശി തരൂരിന്റെ പേര് നിർദ്ദേശിച്ചതിന് പിന്നിൽ ഹിഡൻ അജണ്ടയോ? BJP കരുതിവെച്ച ചൂണ്ടയിൽ കോൺഗ്രസ് കൊളുത്തിയതോ? ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഓപ്പറേഷൻ തരൂരോ? ഓപ്പറേഷൻ തരൂരോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, നമ്മൾ ഈ ചോദ്യമിട്ടത് ഓപ്പറേഷൻ തരൂരോ എന്ന് ചോദിക്കുമ്പോൾ ഈ സർവകക്ഷി സംഘത്തെ നയിക്കുന്ന തരൂർ അത് ഓപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുവരുമെന്നുള്ള രൂപത്തിലല്ല, തരൂരിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഓപ്പറേഷനാണോ? ഈ ഓപ്പറേഷൻ താമര എന്നൊക്കെ. അതെ അതെ. നോക്കൂ, ഈ വിഷയത്തിൽ പല തലങ്ങളുണ്ട്. അതുകൊണ്ട് അത് വിശദമായി തന്നെ പരിശോധിക്കപ്പെടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമതായിട്ട്, രാജ്യത്തെ ഒരു അക്രമം നേരിടുന്ന സമയത്ത് രാജ്യത്തിൻ്റെ നിലപാടുകൾ ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സർവകക്ഷി സംഘത്തെ, വിവിധ ഡെലിഗേഷനുകളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം വളരെ ഉചിതമായ തീരുമാനമാണ്. അക്കാര്യത്തിനൊന്നും ഒരു സംശയവുമില്ല. അത് ആദ്യമായി ഇന്ത്യ ചെയ്യുന്നൊരു കാര്യമല്ല. ഇതിനു മുമ്പ് അതിൻ്റെ മാതൃകകളുണ്ട്. നമുക്കതിലേക്ക് വരാം. അപ്പോൾ സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. മൾട്ടി പാർട്ടി ഡെലിഗേഷനാണ് പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ, അതായത് രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ അല്ലെങ്കിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന് ലോകത്തിന് മുന്നിൽ കേസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച മാതൃക എന്ന് പറയുന്നത് മൾട്ടി പാർട്ടി ഡെലിഗേഷൻസിനെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് വിട്ട് തങ്ങളുടെ നിലപാട് അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം യഥാർത്ഥത്തിൽ ഈ പറയുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര സംഘടനകൾ എന്താണ് ശ്രമിച്ചത്? ഇന്ത്യയിൽ പഹൽഗാമിലൂടെ ഒരു ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്, ആഭ്യന്തര ഭിന്നിപ്പുണ്ടാക്കാനാണ് ശ്രമിച്ചത്. ആ ആഭ്യന്തര ഭിന്നിപ്പുണ്ടായില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ രാജ്യം ഒറ്റക്കെട്ടാണ്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ എന്നൊരു സന്ദേശം ലോകത്തിന് കൊടുക്കാൻ ഈ പറയുന്ന മൾട്ടി പാർട്ടി, ഈ സർവകക്ഷി ഡെലിഗേഷന് കഴിയും. അത് നിശ്ചയമായും ഒരു നല്ല ചുവടുവെപ്പാണ്. എന്നാൽ ഇത്തരത്തിലുള്ള സർവകക്ഷി സംഘങ്ങളിലേക്ക് ആരെ അയക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഓരോ പാർട്ടിക്കുമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അവരുടെ ഒരു ആഭ്യന്തരമായ തീരുമാനമാണ്. ആ ആഭ്യന്തരമായ തീരുമാനത്തെയാണ് സർക്കാർ അംഗീകരിക്കേണ്ടത്. അല്ലാതെ ഒരു പാർട്ടിയുടെ ആ പാർട്ടിയിൽ നിന്ന് ആരൊക്കെയാണ് ഈ സംഘത്തിലേക്ക് വരേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനില്ല. അത് ജനാധിപത്യത്തിലെ ഒരു നല്ല വഴക്കവുമല്ല. ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ആളുകളെ തീരുമാനിച്ച് സർക്കാരിനോട് നിർദ്ദേശിക്കുകയും അങ്ങനെ ഒരു മൾട്ടി പാർട്ടി ഡെലിഗേഷൻ രൂപപ്പെടുകയുമാണ് ചെയ്യേണ്ടത്. അതാണ് ശരിയായ ജനാധിപത്യ രീതി. അവിടെ സർക്കാർ ഒരു വീഴ്ച വരുത്തിയിട്ടുണ്ട്, അഥവാ BJP ഒരു തരത്തിലുള്ള ധാർഷ്ട്യം കാണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ നിലപാട്. ഇനി ഇവിടെ കോൺഗ്രസിന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടി ഞാൻ കരുതുന്നു. അതെന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ ഉണ്ടാവേണ്ട ഒരു പേര് തന്നെ കേട്ടോ ശശി തരൂർ എന്ന് പറയുന്ന കാര്യത്തിൽ. അത് എനിക്കൊരു തർക്കമില്ല. കാരണം എന്താ വെച്ചാൽ, ശശി തരൂർ എന്ന് പറയുന്നയാൾ ഇന്ന് ലോകത്തുള്ള വിവിധ രാഷ്ട്ര നേതാക്കൾക്ക് മുഖപരിചയമുള്ള ഒരാളാണ് ശശി തരൂർ. ഞാൻ ആദ്യമായി ശശി തരൂരിനെ കാണുന്നത് 2005-ലാണ്. 2005 ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അന്ന് ഐക്യരാഷ്ട്രസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ഞാനത് റിപ്പോർട്ട് ചെയ്യാൻ ന്യൂയോർക്കിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? അന്ന് ഈ ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ഉഭയകക്ഷി ചർച്ച നടന്നിരുന്നു. ആ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും അന്നത്തെ പാകിസ്ഥാൻ്റെ പ്രസിഡന്റായിട്ടുള്ള പർവേസ് മുഷറഫും കൂടി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും മാധ്യമങ്ങളെയാണ് അഭിസംബോധന ചെയ്തത്. ആ പ്രസ് കോൺഫറൻസ് കണ്ടക്ട് ചെയ്യുന്ന ആളായിട്ടാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ശശി തരൂരിനെ കാണുന്നത്. അപ്പോൾ അത്ര വലിയ പൊസിഷനിൽ ഇരുന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. UN
സെക്രട്ടറി ജനറൽ ആയിരുന്നു, എത്രയോ കാലമായിട്ട് UN പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഏത് ലോക നേതാക്കൾക്കും ശശി തരൂരിനെ അറിയാം. എന്ന് മാത്രവുമല്ല, ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുള്ള ആൾ കൂടിയാണ് 2006 ശശി തരൂർ. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചില്ല. ബാൻ കി മൂണാണ് UN സെക്രട്ടറി ജനറൽ ആയെങ്കിൽ കൂടിയും വിവിധ രാജ്യങ്ങളിലെ നേതാക്കൾക്ക് വ്യക്തിപരമായി പോലും അറിയുന്ന ഒരാളാണ് ശശി തരൂർ. സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഇത്തരത്തിലുള്ളൊരു അയൽ ഭീഷണി ഉണ്ടാകുമ്പോൾ ആ വിഷയം ലോകത്തെ നേതാക്കളെ ധരിപ്പിച്ചുകൊണ്ട് അവരുടെ പിന്തുണ ആർജിക്കുന്നതിന് ഇത്തരത്തിലുള്ള വ്യക്തിപരമായ സൗഹൃദങ്ങൾ, ഇത്തരത്തിലുള്ള മുഖപരിചയം, ഇതൊക്കെ വളരെ ഗുണപ്രദമാകുമെന്നേ. അത് ഉപയോഗപ്പെടുത്തേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി അവരുടെ ലിസ്റ്റിൽ ശശി തരൂരിൻ്റെ പേര് നിർദ്ദേശിക്കേണ്ടതായിരുന്നു. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ്. ഇനി ശശി തരൂരിൻ്റെ നിലപാടെന്താണ് ഈ കാര്യത്തിൽ? അതും വളരെ വളരെ ഞാൻ മനസ്സിലാക്കുന്നത്, ശശി തരൂർ എപ്പോഴും ശശി തരൂരും കോൺഗ്രസുമായിട്ടൊരു ലവ് ആൻഡ് ഹെയ്റ്റ് റിലേഷൻഷിപ്പാണ്. അത് ആദ്യം മുതൽ തന്നെ കാണാം. നമുക്കിപ്പോൾ 2009 ശശി തരൂർ കോൺഗ്രസിലേക്ക് വരുന്നത്. കോൺഗ്രസിൽ ചേരുന്നു അദ്ദേഹം. എന്നിട്ട് 2009 തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു. തിരുവനന്തപുരത്ത് മത്സരിച്ച് വിജയിക്കുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു, അല്ലേ? 1,00,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. വിശ്വപൗരൻ എന്നുള്ള ഇമേജൊക്കെ ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിന്. അങ്ങനെ വിജയിച്ചു വരുന്ന ശശി തരൂർ യഥാർത്ഥത്തിൽ വിദേശകാര്യമന്ത്രിയാവും എന്നാണ് വിചാരിച്ചത്. വിദേശകാര്യമന്ത്രി ആയില്ല അന്ന് വിദേശകാര്യ സഹമന്ത്രിയാവുകയാണ് ചെയ്തത്. അന്ന് എനിക്ക് തോന്നുന്നത് നട്വർ സിംഗ് ആണെന്ന് വിദേശകാര്യമന്ത്രി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും അപ്പോൾ മുതൽ തന്നെ ശശി തരൂർ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത്രയും വലിയ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ വിശ്വപൗരൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഇമേജ് ഉള്ള ഒരാളെ വിദേശകാര്യ സഹമന്ത്രിയാക്കുവാണ് കോൺഗ്രസ് ചെയ്തത്. അപ്പം അവിടെ മുതൽ തന്നെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. പിന്നെന്താ സംഭവിച്ചത്? IPL സ്വെറ്റ് ഓഹരിയായിട്ട് ബന്ധപ്പെട്ട വിവാദം വന്നപ്പോഴത്തേക്കും തരൂരിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു, അല്ലേ? ആ വിവാദത്തിലുള്ള മന്ത്രിസ്ഥാനം രാജിവെച്ച് പോകുന്നു. പിന്നീട് വീണ്ടും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോഴും സഹമന്ത്രിയായിട്ട് തന്നെയാണ്. പിന്നെ ഇങ്ങോട്ടേക്കൊരു എന്താ പറയുക ഏറ്റുമുട്ടലാണ് ശശി തരൂരും പിന്നെ കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ. 2014 അദ്ദേഹത്തെ പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ സ്ഥാനത്ത് നിന്ന് മാറ്റി. അപ്പം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് എന്താ? ഗ്രൂപ്പ് 23 അംഗമായിട്ടാണ്, അല്ലേ? ഗ്രൂപ്പ് 23 എന്ന് പറഞ്ഞാൽ എന്താണ്? സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായിട്ട്, അഥവാ നെഹ്റു കുടുംബത്തിനെതിരായിട്ട് കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടു വന്നൊരു വിമതപക്ഷമാണ്. ആ വിമതപക്ഷത്തിനകത്താണ് ഈ കപിൽ സിബലൊക്കെ ഉണ്ടായിരുന്നത്. കപിൽ സിബൽ ഇപ്പോൾ ഏത് പാർട്ടിയിലാണുള്ളത്? സമാജ്വാദി പാർട്ടിയിലാണുള്ളത്. അതുപോലെ ഗുലാം നബി ആസാദ് ഇപ്പോൾ എന്താ സ്ഥിതി? അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോയി. അങ്ങനെ പലരും കോൺഗ്രസ് വിട്ടുപോയി. പക്ഷേ ശശി തരൂർ തുടർന്നു. ശശി തരൂർ തുടർന്നു എന്ന് മാത്രമല്ല, ശശി തരൂർ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, അല്ലേ? പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എന്താണ്? നെഹ്റു കുടുംബത്തിൻ്റെ, ഗാന്ധി കുടുംബത്തിൻ്റെ താല്പര്യം എന്തായിരുന്നു? സോണിയാഗാന്ധിയുടെ താല്പര്യം എന്തായിരുന്നു? രാഹുൽ ഗാന്ധിയുടെ താല്പര്യം എന്തായിരുന്നു? ഖാർഗെ അധ്യക്ഷനായിട്ട് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരുന്നു. ഖാർഗെ അധ്യക്ഷനായിട്ട് കൊണ്ടുവരാനുള്ള വേണ്ട എന്നതായിരുന്നു താല്പര്യം. മത്സരം വേണ്ട എന്നുള്ളതായിരുന്നു. ആ മത്സരം വേണ്ട എന്ന് പറഞ്ഞ നിലപാടിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി നിൽക്കുമ്പോഴാണ് ഖാർഗെയെ വെല്ലുവിളിച്ചുകൊണ്ട് ശശി തരൂർ മത്സരരംഗത്ത് ഇറങ്ങുന്നത്. മത്സരരംഗത്ത് ഇറങ്ങിയപ്പോഴും ശശി തരൂരിൻ്റെ പെർഫോമൻസ് മോശമല്ല കേട്ടോ. 1017 വോട്ട് അന്ന് അദ്ദേഹം സമാഹരിച്ചിട്ടുണ്ട്. അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? താല്പര്യമില്ല എങ്കിൽ കൂടിയും ശശി തരൂരിനെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ എടുക്കേണ്ടി വന്നു. ഇല്ലായെങ്കിൽ എന്താ സംഭവിക്കുക? പിന്നെ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇഷ്ടമില്ലാതെ മത്സരരംഗത്ത് ഇറക്കിയ ഒരാളെ ഒതുക്കി നിർത്തിയെന്നൊരു പ്രചാരണം വരും. അങ്ങനെ നിവർത്തികെട്ടിട്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് അദ്ദേഹത്തെ എടുക്കുന്നത്. പക്ഷേ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എന്താ? ആ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ബോഡിയാണ്. ആ ഉന്നതമായ ബോഡിയിലിരിക്കുന്ന ഒരാൾക്ക് ആ പാർട്ടിയോടാണ് പ്രാഥമികമായ ഉത്തരവാദിത്തമുള്ളത് കേട്ടോ. അത് അക്കാര്യം കൊണ്ട് മാത്രമല്ല, ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടേ രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്നുള്ളത്. രാഷ്ട്രമുണ്ട് ഇവിടെ, ഒരു സംശയവും വേണ്ട. ഈ രാഷ്ട്രത്തിനൊരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. പാകിസ്ഥാൻ വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു രാജ്യവുമല്ല ഭാരതം. ആ രാഷ്ട്രത്തിനുള്ളിൽ രാഷ്ട്രീയമുണ്ട് എന്ന് മാത്രമല്ല, കക്ഷി രാഷ്ട്രീയമുണ്ട്. ആ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണെന്നേ ശശി തരൂർ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത്. അദ്ദേഹം 4 തവണയായിട്ട് കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളാണ്. 2 തവണ കേന്ദ്ര സഹമന്ത്രി ആയിട്ടുള്ള ആളാണ്. അതെല്ലാം കോൺഗ്രസ് ആക്കിയത്. ഇപ്പോൾ ഈ പറയുന്ന പാർലമെന്റ് എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് അദ്ദേഹം ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടിരിക്കുന്നത് എന്തുകൊണ്ട്? ചെയർമാനായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിൻ്റെ കോട്ടയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ആർജിച്ചിട്ടുള്ളത്. അദ്ദേഹം മണ്ഡലത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നതമായൊരു ബോഡിയിലെ അംഗവുമാണ്. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാമോ? അടുത്ത വരിയാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ളത്. സർക്കാരും പാർട്ടിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, അവിടെ പോയി ചോദിക്കുന്നത്. പാർട്ടിയും സർക്കാരും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയേണ്ട നേതാവാണോ ശശി തരൂർ? ശശി തരൂരിന് ഉത്തരവാദിത്വമില്ലേ? കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറല്ലേ അദ്ദേഹം? ആ പാർട്ടിയുടെ 4 തവണ MP അല്ലേ? അപ്പോൾ ആ രീതിയിൽ തന്നെ ഡിറ്റാച്ച് ചെയ്യുന്നൊരു സമീപനം ശശി തരൂർ എടുക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ശശി തരൂർ എപ്പോഴും വളരെ ബുദ്ധിപൂർവ്വം ആസൂത്രണമായ ഒരു നീക്കം നടക്കുക. എന്തറിയാം? ഈ രാജ്യരക്ഷ സംബന്ധിച്ച വിഷയങ്ങളിൽ ഭരണകൂടത്തിന് അനുകൂലമായിട്ട് അങ്ങ് നിലപാടെടുത്തേക്കും. അങ്ങനെ നിലപാടെടുത്ത് കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്നറിയാമോ? ഈ കോൺഗ്രസ് പാർട്ടി പ്രതിസന്ധിയിലായി പോകും. കാരണം വെച്ചാൽ എന്തെങ്കിലും മറുത്ത് ശശി തരൂരിനെതിരായിട്ട് പറഞ്ഞാൽ പിന്തിരിപ്പനായി പോകുമല്ലോ. അങ്ങനെ ഒരു പ്രശ്നം വരും. രാഷ്ട്രവിരുദ്ധരായി പോകും. അതുകൊണ്ട് മിണ്ടാതിരിക്കേ കോൺഗ്രസിന് നിവർത്തിയുള്ളൂ. അതേപോലെ വികസനം പോലുള്ള വിഷയങ്ങൾ എടുത്തിട്ട് അങ്ങ് പിന്നെ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറഞ്ഞു കളയും. അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. നിങ്ങൾക്ക്
സ്വതന്ത്രമായ അഭിപ്രായം പറയണമെങ്കിൽ നിങ്ങൾ സ്വതന്ത്രമായ വ്യക്തിത്വമായിരിക്കണം. നിങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അതിൻ്റെ മുഴുവൻ ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട് വേറൊരു ഇമേജ് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിക്കുന്നത് ആ പാർട്ടിയോട് കാണിക്കുന്ന നീതികേടാണ്. അത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നോക്കൂ, ഇവിടെ കോൺഗ്രസ് ഒരു മുൻമാതൃക ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കാര്യത്തിൽ. 1994 നമുക്കറിയാമല്ലോ, നരസിംഹറാവു ഗവൺമെൻറ് ഒരു മൾട്ടി പാർട്ടി ഡെലിഗേഷൻ ഉണ്ടാക്കിയില്ലേ? ആ മൾട്ടി പാർട്ടി ഡെലിഗേഷൻ്റെ നേതാവ് ആരായിരുന്നു? ആരെയാണ് തീരുമാനിച്ചത്? അടൽ ബിഹാരി വാജ്പേയിയാണ് തീരുമാനിച്ചത്. എന്തായിരുന്നു അന്നത്തെ സാഹചര്യം? എന്തിനാണ് ഉണ്ടാക്കിയത്? 94 സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഈ ജമ്മു കാശ്മീരിലേക്ക് ഭീകരവാദ പ്രവർത്തനവും നുഴഞ്ഞുകയറ്റവും നടന്ന വർഷങ്ങളാണ് ഈ 92, 93, 94. ഹസ്രത് ബാലൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ ലോകത്ത് അന്ന് ഈ പറയുന്ന കാശ്മീർ പ്രശ്നം ഒരു വലിയ തലവേദനയായി ലോകത്ത് നിൽക്കുന്ന സമയത്ത് അമേരിക്ക വലിയ രീതിയിൽ കാശ്മീരിനെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് എന്താ പറഞ്ഞത്? കാശ്മീർ ഡിസ്പ്യൂട്ട് എന്നാണ് പറഞ്ഞത്. നമ്മളത് അംഗീകരിക്കുന്നില്ല, ആ വാക്ക് അംഗീകരിക്കുന്നില്ല. അതെങ്ങനെ? കാശ്മീർ ഒരു ഡിസ്പ്യൂട്ട് അല്ലല്ലോ. കാശ്മീർ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ അല്ലേ, രാജ്യത്തിൻ്റെ ഭാഗമല്ല. അതെങ്ങനെയാണ് ഒരു തർക്ക വിഷയമാകുക? അന്ന് ബേനസീർ ഭൂട്ടോയാണ് പ്രധാനമന്ത്രി. ബേനസീർ ഭൂട്ടോ പറഞ്ഞതുണ്ടല്ലോ, ആസാദ് കാശ്മീരിന് വേണ്ടി ഞങ്ങൾ അവസാനത്തെ രക്തം വരെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് വലിയ ആഹ്വാനവും പ്രകടനവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ വിഷയമായിട്ട് വന്നപ്പോൾ പാകിസ്ഥാൻ എന്ത് ചെയ്തു? ഈ അമേരിക്കയുടെ പിന്തുണയുണ്ട്, അതേപോലെ തന്നെ ഈ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ഉണ്ട്, അവരുടെയും പിന്തുണയുണ്ട് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് UN-ന്റെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ പോയിട്ട് ഈ വലിയ മനുഷ്യാവകാശ ലംഘനമാണ് ജമ്മു കാശ്മീരിൽ നടക്കുന്നത്, അതുകൊണ്ട് തേർഡ് പാർട്ടി മീഡിയേഷൻ വേണമെന്നൊരു റെസൊല്യൂഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചു. ആ റെസൊല്യൂഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴാണ് നരസിംഹറാവു ഗവൺമെൻറ് ഒരു മൾട്ടി പാർട്ടി ഡെലിഗേഷനെ ഉണ്ടാക്കിയത്. ആ മൾട്ടി പാർട്ടി ഡെലിഗേഷനെ ലീഡ് ചെയ്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി ആണ്. അദ്ദേഹത്തിൻ്റെ താഴെയാണ് അന്ന് വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന സൽമാൻ ഖുർഷിദ് അടക്കമുള്ള ഡെലിഗേറ്റുകൾ പോയത്. എന്ന് മാത്രമല്ല കേട്ടോ, വലിയ മൂവ്മെൻ്റ് ആയിരുന്നു അത്. ഈ OIC കൺട്രീസ് ഉണ്ടല്ലോ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, അവരുമായി നല്ല വ്യക്തിബന്ധമുള്ള അംബാസഡർമാരെ തിരിച്ചു വിളിച്ചു ഇന്ത്യ. എന്നിട്ട് ഈ ഡെലിഗേഷൻ്റെ പാർട്ടാക്കി. ഇതൊക്കെ നരസിംഹറാവും മൻമോഹൻ സിംഗ് കൂടി ചെയ്ത കാര്യമാണ്. അങ്ങനെയാണ് ഈ പറയുന്ന UN-ന്റെ ജനീവയിൽ നടന്ന സമ്മേളനത്തിൽ വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഒരു ഡെലിഗേഷൻ അങ്ങോട്ട് പോയിട്ട് ഈ പാകിസ്ഥാൻ്റെ നീക്കം അങ്ങ് പൊളിച്ചു കളഞ്ഞു. അതായത് ഈ OIC കൺട്രീസ് ഉണ്ടല്ലോ, ആ കൺട്രീസിൻ്റെ പോലും പിന്തുണ കിട്ടാതെയായി എന്ന് മാത്രമല്ല, അവസാനം ഇറാനും ലിബിയയും ഒക്കെ അടക്കം പാകിസ്ഥാനെതിരായിട്ട് തിരിഞ്ഞു. അതുമാത്രവുമല്ല, ചൈന ഇന്ത്യക്കൊപ്പം നിന്നു. ആ രീതിയിലുള്ളൊരു വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചാനൽസ് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിഗംഭീരമായൊരു നയതന്ത്ര നീക്കമാണ് ഇന്ത്യ നടത്തിയത്. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ആ റെസൊല്യൂഷൻ അവതരിപ്പിച്ചില്ല പാകിസ്ഥാൻ. റെസൊല്യൂഷൻ അവതരിപ്പിക്കാൻ കഴിയാതെ പോയി പാകിസ്ഥാൻ. അതായിരുന്നു ആദ്യത്തെ മൾട്ടി പാർട്ടി ഡെലിഗേഷൻ. 2008 ഈ രാജ്യത്തെ നടുക്കിയ മുംബൈ അറ്റാക്കിന് ശേഷം മൻമോഹൻ സിംഗ് ഒരു ഡെലിഗേഷൻ വിട്ടല്ലോ. 2008 ഇസ്ലാമാബാദാണ് ഈ ടെററിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും ആളുകളെ വിടുകയും ആ രീതിയിൽ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടല്ലേ ഗ്രേ ലിസ്റ്റിൽപ്പെട്ടത് പാകിസ്ഥാൻ? അല്ലേ, ഗ്രേ ലിസ്റ്റിൽപ്പെട്ടു പാകിസ്ഥാൻ. ആ രീതിയിൽ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ വളരെ എന്താ പറയുക, സ്വതന്ത്രമായ സമീപനമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പം BJP ചെയ്യുന്ന അഥവാ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഓരോ പാർട്ടിയിൽ നിന്നും അവരുടെ ഡെലിഗേഷൻ്റെ ആളുകളെ തീരുമാനിക്കുക എന്ന് പറയുന്നത് ഏകപക്ഷീയമാണ്. എന്ന് മാത്രമല്ല, ഇപ്പം PR സുനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ കോൺഗ്രസ് കൊടുത്തിരിക്കുന്ന 4 പേരെ എടുത്തിട്ടില്ല. എന്നിട്ട് കേന്ദ്ര സർക്കാർ അങ്ങ് തീരുമാനിക്കുകയാണ് ശശി തരൂരിനെയും മനീഷ് തിവാരിയും ഒക്കെ. അങ്ങനെ ഒരു നിലപാട് എടുത്തിരിക്കുന്നത് പറയുന്നു. ആ ലിസ്റ്റ് പുറത്ത് വന്നിട്ടില്ല. പക്ഷേ ഈ 7 ഡെലിഗേഷനെ നയിക്കുന്ന ലിസ്റ്റ് പുറത്ത് വന്നിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട പേര് ശശി തരൂരാണ്. പക്ഷേ ശശി തരൂർ കനിമൊഴിയുണ്ട്. പ്രധാനപ്പെട്ട പേര് ശശി തരൂരിനെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ശശി തരൂർ എടുക്കേണ്ട ഒരു നിലപാടുണ്ടല്ലോ ഈ കാര്യത്തിനകത്ത്. അതായത് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ഒരാളെ ഈ ഡെലിഗേഷനിലേക്ക് ക്ഷണിക്കുന്നു വിചാരിക്കുക. ആ പോളിറ്റ് ബ്യൂറോ അംഗം ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? പാർട്ടിയുടെ അനുമതി വാങ്ങിക്കും. പാർട്ടിയുടെ അനുമതി വാങ്ങിച്ചതിന് ശേഷം ഈ പരിപാടിക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഈ പോളിറ്റ് ബ്യൂറോ അംഗത്തെ പോളിറ്റ് ബ്യൂറോ അംഗമാക്കി നിർത്തുന്നത് ആ പാർട്ടിയും ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന അണികളുമാണ്. അപ്പോൾ അവരുടെ അനുവാദമില്ലാതെ അയാൾക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയിലിരിക്കുന്ന ആൾക്ക് എന്നെ സർക്കാർ വിളിച്ചു, ഞാൻ പോവുകയാണേ എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റുന്നൊരു പരിപാടിയല്ലത്. അത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ആൾ പറയണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രസിഡന്റിനെ അറിയിക്കണം, അല്ലെങ്കിൽ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി അറിയിക്കണം. എന്നിട്ട് അവിടുന്ന് പെർമിഷൻ കിട്ടണം. അവിടുന്ന് പെർമിഷൻ എടുത്തുകൊണ്ട് വേണം പോകാൻ. ഈ വിഷയത്തിനകത്ത് പെർമിഷൻ കൊടുക്കാതിരിക്കത്തില്ല ശശി തരൂരിന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രാജ്യരക്ഷയുടെ വിഷയമാണ്, ശശി തരൂരിനെ പോകണ്ട എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? കോൺഗ്രസ് ആ സമയത്ത് ചോദ്യം ചെയ്യപ്പെടും. കോൺഗ്രസ് ഒരു വെട്ടിലാണല്ലോ ഇപ്പം. കാരണം വെച്ചാൽ ഇത് എന്താ കാരണം വെച്ചാൽ ഇതിപ്പോൾ എന്താ കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നൊരു സ്ഥിതിയിലാണ് ശശി തരൂരുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്താ പല നേതാക്കളും പറഞ്ഞ ലക്ഷ്മണരേഖ മറികടക്കുകയാണ് എന്നാണ് പറയുന്നത്. അത് വലിയൊരു വിഷയം തന്നെയാണ്. ഞാൻ ഇതിനകത്ത് കാണുന്നൊരു പ്രശ്നം എന്താ അറിയോ? അത് പറഞ്ഞാൽ അത് അവസാനിപ്പിച്ചേക്കാം. എന്താണ് കോൺഗ്രസിൽ ശശി തരൂരിൻ്റെ ഭാവി? നമ്മളൊന്ന് ആലോചിക്കണ്ടേ? ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ 2029 തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ മത്സരിക്കുമെന്ന്. അങ്ങനെ മത്സരിച്ചാൽ വിജയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അറിയാം, ഇപ്രാവശ്യം പോലും തരൂരിൻ്റെ സ്ഥിതി വളരെ കഷ്ടമായിരുന്നു. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ഒരു 10,000 വിചാരിച്ചതുപോലെ BJPക്ക് വോട്ട് പോൾ ചെയ്യപ്പെട്ടില്ല. അങ്ങനെ പോൾ ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ ശശി തരൂർ വേണമെങ്കിൽ തോറ്റുപോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2024 നടന്നതെന്നേ. തിരുവനന്തപുരത്ത് ആ മണ്ഡലത്തിൽ വലിയ നഷ്ടം BJPക്ക് ഉണ്ടായി. 15,000-16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പ്രാവശ്യം ജയിച്ചിരിക്കുന്നത്. ഇനിയൊരു മത്സരം അവിടെ ഉണ്ടായാൽ വിജയിക്കുമെന്ന് ശശി തരൂരിന് ഉറപ്പില്ലാത്ത ഒരു മത്സരമായിരിക്കും അത്. ഇനി അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ ഇനി മാത്രമല്ല, കോൺഗ്രസിൽ എന്താണ് ശശി തരൂരിൻ്റെ ഒരു ഭാവി? ഇനിയിപ്പം കോൺഗ്രസിലും ഭാവിയൊന്നുമില്ല. അപ്പോൾ
ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ വേറെ ചില പ്രോജക്റ്റുകൾ ഉണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അത് BJP-യിലേക്ക് പോവുക അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളൊന്നും പങ്കുവയ്ക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ശശി തരൂർ ഒരു താവളമായി, സുരക്ഷിത താവളമായി ഈ കോൺഗ്രസിനെ കാണുന്നില്ല. ശശി തരൂരിൻ്റെതായിട്ടുള്ള പ്രോജക്റ്റുകളുണ്ട്. ശശി തരൂർ ഇതുപോലെയൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭരണപക്ഷത്തിന് ഗുണകരമാവുന്ന ചില കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞ് അത് പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കി. മൊത്തത്തിൽ ഈ പറയുന്ന ഈ കുളം കലക്കൽ പരിപാടിയാണ് ശശി തരൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഭാഗമായി ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു നേതാവ്, പദവികൾ ലഭിച്ചിട്ടുള്ള ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടിയോട് പ്രാഥമികമായ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ശശി തരൂർ നിർവഹിക്കണം. പിന്നെ BJP-യുടെ ബുദ്ധിയാണെന്നേ, ഇങ്ങനൊരാൾ ചാടാൻ നിൽക്കുകയാണെങ്കിൽ അവരുടെ ബുദ്ധിയാണ്, അവർ ആ രീതിയിൽ കാര്യങ്ങൾ നീക്കും, അവരിവരെ വെട്ടിലാക്കാൻ നോക്കും. അങ്ങനെ വെട്ടിലാക്കാൻ നോക്കുമ്പോൾ തലവെച്ച് കൊടുക്കുന്ന ഒരാളായിട്ട് താൻ തുടരണോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കേണ്ടത് ശശി തരൂരാണ്. ബുദ്ധിപരമായ ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഈ കാര്യത്തിൽ BJP നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ശരി, സുജയ. ഈ വിഷയത്തിൽ ഞാൻ പൂർണ്ണമായും ശശി തരൂരിനൊപ്പമാണ്. കാരണം രാജ്യത്തിന് വേണ്ടി നിൽക്കുക എന്നതാണ് ഒരു പൗരന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും അതുതന്നെയാണ്. കാരണം പാർട്ടിയുടെ താല്പര്യത്തിന് വഴങ്ങി, പാർട്ടിയുടെ താല്പര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ പാകിസ്ഥാനൊപ്പമാണെങ്കിൽ അതിനൊപ്പം നിൽക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ്. അതുമാത്രമല്ല, ഒരു വോട്ട് ബാങ്കിന് വേണ്ടി, ഒരു വോട്ട് ബാങ്ക് പ്രീണനത്തിന് വേണ്ടി അങ്ങനെ സ്വന്തം രാജ്യത്തിന് വേണ്ടി നിൽക്കേണ്ട ഒരു സമയത്ത് നിൽക്കാതെ മാറി നിൽക്കുന്നത്, മൗനം പാലിക്കുന്നത്, അതൊന്നും ശരിയല്ല എന്നതാണ് ശശി തരൂർ ഈ ഒരു നിലപാടെടുക്കാൻ, അല്ലെങ്കിൽ ഈ രീതിയിൽ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ സമയം മുതൽ, അല്ലെങ്കിൽ അതിനു മുൻപ് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഏറ്റവും നന്നായി ഭീകരതയ്ക്കെതിരെ, ഭീകരവാദികൾക്കെതിരെ സംസാരിച്ചിട്ടുള്ള ഏക കോൺഗ്രസ് നേതാവ് എന്ന് പറയുന്നത് ശശി തരൂരാണ്. അത് ആർക്കും തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. മാത്രമല്ല, ശശി തരൂരിന്റെ വാക്കുകൾക്ക് ലോകത്തിന് മുന്നിൽ കിട്ടിയ വിസിബിലിറ്റി എത്രത്തോളമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏപ്രിൽ 22-ന് ശേഷമുള്ള ശശി തരൂരിന്റെ സ്റ്റേറ്റ്മെന്റ്സിന്, അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ്സിന് കിട്ടിയിരിക്കുന്ന റീച്ച് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ശശി തരൂർ എത്രത്തോളം ഈ ഡെലിഗേഷനിൽ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. ശശി തരൂർ ഈ MP-മാരുടെ പ്രതിനിധി സംഘത്തിൽ കോൺഗ്രസ് നിർദ്ദേശിച്ച പട്ടികയിൽ പോലും ഇല്ലാതെ വരുന്നത് ശശി തരൂരിനോടുള്ള കോൺഗ്രസിന്റെ അവഗണന തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് എന്തുകൊണ്ട് ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യനെ ഇങ്ങനെ അവഗണിച്ച് മാറ്റി നിർത്തുന്നു? നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചല്ലോ, AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മല്ലികാർജുൻ ഖാർഗെയ്ക്കൊപ്പം തന്നെ തലപ്പൊക്കമുള്ള ഒരു നേതാവ് തന്നെയാണ് ശശി തരൂർ. ശശി തരൂർ 2009-ലാണ് ആദ്യമായി മത്സരിക്കുന്നത്. അതിനു മുൻപ് KSU മുതൽ പ്രവർത്തിച്ച പാരമ്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ശശി തരൂരിനെ ക്ഷണിച്ചു കൊണ്ടുവന്നതാണല്ലോ കോൺഗ്രസിലേക്ക്. ക്ഷണിച്ചു കൊണ്ടുവന്നു, സ്ഥാനാർത്ഥിയാക്കി, മത്സരിപ്പിച്ചു. മത്സരിച്ച 4 തെരഞ്ഞെടുപ്പിലും വിജയിച്ചു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ണിസാർ പറഞ്ഞത് ശരിയാണ്, ശശി തരൂർ അല്ലാതെ മറ്റേത് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിന്നാലും ആ സീറ്റ് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങ് എടുത്തേനെ. അതാണ് തിരുവനന്തപുരത്ത് 2024-ൽ സംഭവിക്കുമായിരുന്നത്. അത് ശശി തരൂർ ആയതുകൊണ്ട് മാത്രമാണ് അവിടെ കോൺഗ്രസിന് ആ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞത്. അത് പാർട്ടിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഇവിടെ നിന്ന്, കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ പറയുന്നതും ഹൈക്കമാൻഡിൽ ചില നേതാക്കൾ സ്വാധീനം ചെലുത്തുമ്പോഴും ഒക്കെ പൂർണ്ണമായും ശശി തരൂരിനെ തള്ളിക്കളയാൻ ഹൈക്കമാൻഡ് തയ്യാറാകാത്ത, അവർ പേടിച്ചിട്ടാണ്. കാരണം ശശി തരൂർ പാർട്ടി വിട്ടു പോകുന്ന, അല്ലെങ്കിൽ പാർട്ടി ശശി തരൂരിനെ തള്ളി പറയുമ്പോൾ ഉണ്ടാകുന്ന അടുത്ത നീക്കം എന്ന് പറയുന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ രാഷ്ട്രമാണ് പ്രധാനമെന്ന് ഒരാൾ പറയുമ്പോൾ അത് പാർട്ടിയോട് ചോദിച്ചിട്ട് വേണ്ടേ പറയാൻ എന്ന ആ ഒരു നറേറ്റീവ് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് എൻ്റെ രാജ്യമാണ് പ്രധാനമെന്ന് പറയുന്നതിന് എനിക്ക് ആരോടും ആലോചിക്കേണ്ട കാര്യമില്ല. അത് എൻ്റെ മനസ്സിൽ നിന്ന്, എൻ്റെ ബോധ്യത്തിൽ നിന്ന് വരേണ്ട കാര്യമാണ്. സ്വന്തം രാജ്യത്തെ ഓൺ ചെയ്യാൻ കഴിയാത്ത ഒരാൾ പാർട്ടി പറഞ്ഞാലേ ഞാൻ എൻ്റെ രാജ്യത്തെ ഓൺ ചെയ്യുകയുള്ളൂ, രാജ്യ താല്പര്യത്തിന് വേണ്ടി സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സ്വന്തം രാജ്യത്തെക്കുറിച്ച് അഭിമാനിക്കുന്നില്ല എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അവിടെ BJP-യും കേന്ദ്ര സർക്കാരും ഒന്നുമില്ല. നമ്മൾ ജീവിക്കുന്ന മണ്ണ്, അത് നമ്മുടെ രാജ്യമാണ്. ഐ ആം ആൻ ഇന്ത്യൻ എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയണം. പ്രതിജ്ഞ എടുക്കുന്നുണ്ടല്ലോ സ്കൂൾ തലം മുതൽ, ഞാൻ ഒരു ഭാരതീയനാണ് എന്നതിൽ അഭിമാനിക്കുന്നുവെന്ന്. ആ അഭിമാനം ഇപ്പോൾ ആവർത്തിക്കുന്ന ശശി തരൂർ പാർട്ടിയോട് ചോദിച്ചിട്ട് അഭിമാനിച്ചാൽ മതി എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. സർക്കാരിന്റെ ക്ഷണം അഭിമാനത്തോടെ സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് എക്സ്പോസ്റ്റ് അടക്കം ശശി തരൂർ ഇട്ടത്. അതിനുശേഷം മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം വിശദീകരണം നൽകുകയും ചെയ്തു. ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത്, ഫോറിൻ അഫയേഴ്സിൽ ഇത്രയും എക്സലന്റ് ആയി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ള ഒരാൾ ശശി തരൂരല്ലാതെ മറ്റൊരാൾ കോൺഗ്രസ് പാർട്ടിയിൽ എടുത്തു കാട്ടാൻ ഇല്ല എന്നത് തന്നെയാണ്. കാരണം ഇതൊരു ഡിപ്ലോമാറ്റിക് ചോയ്സ് ആയിട്ടാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് കൊടുത്ത പട്ടികയൊന്ന് എടുത്തു നോക്കൂ. ആ പട്ടികയിൽ ആ 4 പേരുടെ പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ MEA-യുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ വിദേശ നയം സംബന്ധിച്ച് കൃത്യമായി പുറത്തുള്ള ലോകത്തെ മറ്റ് വിവിധ വേദികളിൽ, അമേരിക്ക ആവട്ടെ UK ആകട്ടെ, ലോകവേദികളിൽ പോയി ഇന്ത്യയുടെ നയം, ഇന്ത്യയുടെ വിദേശ നയം, ഇതൊക്കെ കൃത്യമായി പറയാൻ കഴിയുന്ന ഒരേ ഒരാൾ ആനന്ദ് ശർമ്മ മാത്രമാണ്. ആ 4 പേരുടെ പട്ടികയിൽ ആനന്ദ് ശർമ്മ മാത്രമാണ് ആ രീതിയിൽ നല്ല വൊക്കാബുലറിയോടുകൂടി കാര്യങ്ങൾ കൃത്യമായി പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ. ആനന്ദ് ശർമ്മയെ കൂടി അതിൽ ഉൾപ്പെടുത്തണമായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹം ഉൾപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആനന്ദ് ശർമ്മ നല്ല ചോയ്സാണ്, ആ പട്ടികയിലെ നല്ല ചോയ്സാണ് ആനന്ദ് ശർമ്മ. ഉണ്ണിസാനൊക്കെ അറിയാമല്ലോ, അദ്ദേഹം മന്ത്രിയായിരുന്ന വേളയിലും ഒക്കെ അദ്ദേഹം വളരെ നല്ല ഒറേറ്ററാണ്, നല്ല സ്കിൽസ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് ആനന്ദ് ശർമ്മ. അപ്പോൾ ഈ 4 പേരുടെ പട്ടികയിൽ പോലും എന്തുകൊണ്ട് ശശി തരൂർ ഉൾപ്പെടുന്നില്ല? അത് കോൺഗ്രസിനോടുള്ള ചോദ്യമാണ്. ഇത്രയും ഒരു വിദ്വേഷത്തോടെയാണോ ശശി തരൂരിനെ ഈ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി നോക്കിക്കാണുന്നത് എന്ന ചോദ്യം കോൺഗ്രസിനോട് ഈ രാജ്യം ചോദിക്കുകയാണ്. കോൺഗ്രസ് ഇത്രയും സങ്കുചിത മനസ്ഥിതിയുള്ള ഒരു പാർട്ടിയാണോ എന്ന് ചോദിച്ചു പോവുകയാണ്. കാരണം AICC അധ്യക്ഷ സ്ഥാനത്തേക്ക്
കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നെഹ്റു കുടുംബത്തിന്റെ ഒക്കെ ആ തിട്ടൂരം അങ്ങ് ലംഘിച്ചുകൊണ്ട് മത്സരിക്കാനായി ഇറങ്ങി പുറപ്പെട്ട അന്ന് മുതൽ ശശി തരൂർ കണ്ണിലെ കരടാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം ശശി തരൂർ ഓരോന്ന് പറയുമ്പോഴുമുള്ള അവിടുത്തെ പ്രതികരണം എന്താണ്? വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയതൊക്കെ ദയൊന്നുമല്ല. AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ ആ മത്സരിച്ചയാളെ ഡിഫാക്ടോ അതിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ, അല്ല എന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് ഉൾപ്പെടുത്തിയത്, അല്ലാതെ ശശി തരൂരിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എന്നുള്ളത് വ്യക്തമാകുന്നതാണ്. കോൺഗ്രസ് ഇപ്പോൾ കുറെ കാലമായി സ്വന്തം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ ഓരോ കാര്യങ്ങളിൽ നടത്തുന്നുണ്ട്. നേരത്തെ ദില്ലിയിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ സുർജേവാലയൊക്കെ ഇരിക്കുമ്പോഴാണ് എന്ന് തോന്നുന്നു, ഇരിക്കുമ്പോൾ ചോദ്യം വരുമ്പോഴേക്കും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം വോട്ട് പോകുമോ എന്നുള്ള ഭീതിയുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് ഇവിടെ മാറുകയാണ്. പാകിസ്ഥാനെ എതിരായി അല്ലെങ്കിൽ പാകിസ്ഥാൻ മണ്ണിലെ ഭീകരതയ്ക്കെതിരായി എത്ര സ്റ്റേറ്റ്മെന്റ്സ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഈ ഓപ്പറേഷനിടയിൽ വന്നിട്ടുണ്ട്. ആ സർവകക്ഷി യോഗത്തിന് ശേഷമൊക്കെയുള്ള ബോഡി ലാംഗ്വേജ് ഒന്ന് കാണണമായിരുന്നു. എത്രത്തോളം ബുദ്ധിമുട്ടിയാണ്, ഞങ്ങൾ ഒപ്പമാണ് എന്നൊന്ന് പറയാൻ കഷ്ടിച്ച് പറഞ്ഞൊപ്പിച്ചിട്ട് പോവുകയാണ്. ഞാൻ എൻ്റെ രാജ്യത്തിനൊപ്പമാണ് എന്ന അഭിമാനത്തോടെ ശശി തരൂർ പറയുന്നത് പോലെ പറയാൻ ഈ രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നെങ്കിൽ ഈ സംഘത്തെ നയിക്കുന്നതിനായി രാഹുൽ ഗാന്ധിയുടെ പേര് ഈ 4 പേരുടെ പട്ടികയിൽ 1-ാം നമ്പറായി വെക്കാമായിരുന്നല്ലോ. അടൽ ബിഹാരി വാജ്പേയി പോയതെങ്ങനെയാണ്? അദ്ദേഹവും പ്രതിപക്ഷ നേതാവായിരുന്നില്ലേ എന്ന്? പ്രതിപക്ഷ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി നരസിംഹറാവുവിന്റെ ക്ഷണം സ്വീകരിച്ച് അന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ രാഹുൽ ഗാന്ധിക്കും പോകാം. അത് പൂർണ്ണ സന്തോഷത്തോടു കൂടി കോൺഗ്രസ് അയക്കണമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പേര് 1-ാമതായി വെക്കാമായിരുന്നു. അത് വെച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? രാഹുൽ ഗാന്ധിക്ക് സ്വന്തം രാജ്യത്തെ ഓൺ ചെയ്ത് ശശി തരൂർ പറയുന്നത് പോലെ സ്ട്രോങ് ആയി സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അപ്പോൾ അവിടെയും ഇവിടെയും തൊടാതെ കയ്യിലുള്ള വോട്ട് പോവുകയും അരുത്. അതായത് 2 രീതിയിലുള്ള വോട്ടുകളാണല്ലോ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ മൃദു ഹിന്ദുത്വ പറഞ്ഞ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മുസ്ലിം പ്രീണനം പറഞ്ഞ് ഒരു ഭാഗത്ത്, ആ രീതിയിലാണ് വോട്ട് പിടിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള ഏത് വോട്ടാണ് പോവുക എന്നുള്ളൊരു ആശയക്കുഴപ്പമാണ്. നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിലൊന്നുമല്ല നിൽക്കുന്നത്. നമ്മുടെ രാജ്യം ഒരു വലിയ വെല്ലുവിളിയെ നേരിട്ട് വിജയിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്തത് എന്ന് ലോകത്തോട് പറയാനായി ഒരു ടീമിനെ ഉണ്ടാക്കുമ്പോൾ ആ ടീമിലേക്ക് കൊടുത്ത പേരിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരില്ല. അത് തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പാളിച്ചയാണെന്ന് ഞാൻ പറയും. ഒരു പാർട്ടിയുടെ വക്താവായി ഇരിക്കുന്നതിനേക്കാൾ രാജ്യത്തിന്റെ വക്താവാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് തരൂർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പമേ രാജ്യം നിൽക്കുകയുള്ളൂ, രാജ്യത്തെ ജനങ്ങൾ നിൽക്കുകയുള്ളൂ. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അന്ന് ഈ അടൽ ബിഹാരി വാജ്പേയിയുടെ പേര് നിർദ്ദേശിക്കുമ്പോൾ അന്നത്തെ BJPയുടെ സ്റ്റാൻഡ് എന്തായിരുന്നു എന്നതുകൂടി ഞാൻ എടുത്തു നോക്കി. ഒരു നേതാവ് പോലും എതിർത്ത് പറഞ്ഞിട്ടില്ല. ഈ ശശി തരൂരിനെ ഇപ്പോൾ വിമർശിക്കുന്നത് പോലെയുള്ള ഒരു വിമർശനവും അന്ന് ഉണ്ടായിട്ടുമില്ല. അന്നും ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലൊക്കെ പല വിഷയങ്ങളിലും ഏറ്റുമുട്ടുന്ന കാലയളവ് തന്നെയാണ് 1990-കൾ എന്ന് പറയുന്നത്. പക്ഷേ ഒരു തരത്തിലുള്ള ഒരു വിമർശനവും ഉണ്ടായില്ല. ഒന്നിച്ചു പോകണമെന്നുള്ള ഒരു സമീപനമാണ് എടുത്തത്. 94 മാത്രമല്ല, 71 എടുത്തു നോക്കൂ. 71-ലെ യുദ്ധകാലത്ത് എന്താണ് ഉണ്ടായത്? ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ കൺട്രി ഫസ്റ്റ് എന്ന് പറഞ്ഞാണ് നിന്നത്. അങ്ങനെയുള്ള പാരമ്പര്യമുള്ള ഒരു രാജ്യത്താണ് വന്നു നിന്ന് എൻ്റെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നത് എനിക്ക് അഭിമാനമാണെന്ന് പറയുന്ന തരൂരിനെ തള്ളി പറയുന്നത്. ഇവിടെ കേരളത്തിൽ ശശി തരൂരിനെ ഒറ്റപ്പെടുത്തുന്നതിനെ കുറിച്ച് അദ്ദേഹം അഭിമുഖത്തിലൊക്കെ അവിടെയും ഇവിടെയും തൊട്ടും തൊടാതെയും ഒക്കെ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു പരിഗണന എന്താണ്? എന്ത് വിലയാണ് ശശി തരൂരിന് കോൺഗ്രസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ മെറിറ്റിനെ, അതിനെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു പ്രധാനപ്പെട്ട ഡെലിഗേഷനിൽ 1-ാമനായി ഉൾപ്പെടുത്തുമ്പോൾ ആദ്യത്തെ പേര് തന്നെ ശശി തരൂരിൻ്റെയാണ്. അത്രയും വിലയുള്ള, അത്രയും വാല്യൂ ഉള്ള ഒരു മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നത് അത് തിരിച്ചറിയുമ്പോഴാണ് അയാൾക്ക് അതിനനുസരിച്ച് പ്രതികരിക്കാൻ തോന്നുന്നത്. ശശി തരൂരിന്റെ മഹത്വം മനസ്സിലാക്കാതെ, ശശി തരൂരിന്റെ കഴിവ് മനസ്സിലാക്കാതെ, ശശി തരൂരിന്റെ കാരിസ്മ മനസ്സിലാക്കാതെ ലോകത്തിന് മുന്നിൽ ശശി തരൂർ എത്ര വലിയ ഒരു ബിംബമായിട്ടാണ് നിൽക്കുന്നത്, ശശി തരൂരിനെ കേൾക്കാൻ എത്രയോ മനുഷ്യരുണ്ട് പുറം ലോകങ്ങളിൽ, പുറം വേദികളിൽ എന്നത് മനസ്സിലാക്കാതെ ശശി തരൂരിനെ മിസ്ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കോൺഗ്രസ് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. എന്തായാലും രാഷ്ട്രീയ വനവാസത്തിലേക്കൊന്നും ശശി തരൂരിന് പോകേണ്ടി വരില്ല. ഉണ്ണിസാർ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് ഇനി മത്സരിച്ചാൽ ജയിക്കില്ല എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ശശി തരൂരിന് രാഷ്ട്രീയത്തിൽ എന്ന് മാത്രമല്ല ഡിപ്ലോമാറ്റിക് റിലേഷൻസിലായാലും നയതന്ത്ര മേഖലയിലായാലും ഒക്കെ ഇനിയും ഒരുപാട് കാലം ശോഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കഴിവുള്ള, പ്രാപ്തിയുള്ള ഒരു നേതാവ് തന്നെയാണ് ശശി തരൂർ. ഹമാസിനെതിരെ നടത്തിയ പരാമർശം മുതൽ തുടങ്ങിയതാണ് ശശി തരൂരിനെതിരായ വേട്ടയാടൽ. പറയാനുള്ളത് പറഞ്ഞു കഴിയുമ്പോൾ അതിന് നല്ല മാങ്ങയുള്ള മാവിലെ കല്ലേറ് കിട്ടുമെന്ന് പറഞ്ഞതുപോലെ ശശി തരൂരിനെതിരെ ഇഷ്ടംപോലെ കല്ലേറ് വരുന്നുണ്ട്. പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഒരു രാജ്യത്തെ പൗരൻ എടുക്കേണ്ട നിലപാടാണ് ശശി തരൂർ ഇവിടെ എടുത്തിരിക്കുന്നത് എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഈ കാര്യത്തിലെ ഒരു അഭിപ്രായം. അതോടൊപ്പം തന്നെ ഈ ബാലാക്കോട്ട് സ്ട്രൈക്കിൻ്റെ സമയത്ത്, ബാലാക്കോട്ട് ആക്രമണം നടക്കുന്ന സമയത്ത് കോൺഗ്രസ് എടുത്ത സ്റ്റാൻഡ് എന്താണ് എന്നത് കണ്ടതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. സ്വന്തം രാജ്യം തോറ്റാലും കുഴപ്പമില്ല, രാജ്യത്തെ സർക്കാരിനെതിരെ എന്തെങ്കിലും പറയാൻ കിട്ടിയാൽ മതി എന്ന ഒരു ടേക്കായി പോയി രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടേതും എന്നത് വളരെ നിരാശപ്പെടുത്തുന്നതാണ് എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ ആദ്യ അഭിപ്രായം. ഇനി ചർച്ച പുരോഗമിക്കുമ്പോൾ ബാക്കി പറയാം. ശരി, ഓപ്പറേഷൻ തരൂർ എന്നായിരുന്നു ചോദ്യം. ഓപ്പറേഷൻ തരൂർ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. കാരണം
സർവകക്ഷി സംഘത്തെ ഇത്തരം സംഘർഷ സാഹചര്യങ്ങളിൽ അയക്കുക എന്നുള്ളത് മുൻപും രാജ്യം ചെയ്തിട്ടുള്ളതാണ്, മുൻ സർക്കാരുകൾ ഭരിക്കുമ്പോൾ ചെയ്തിട്ടുള്ളതാണ്, അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിട്ടുള്ളതാണ്. അതൊക്കെ തന്നെ അതത് രാഷ്ട്രീയ പാർട്ടികൾ നിർദ്ദേശിക്കുന്ന പേരുകൾ വരിക, അല്ലെങ്കിൽ ആ പേരിലേക്ക് നേരിട്ട് സർക്കാർ എത്തുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞതുപോലെ നേരത്തെ നരസിംഹറാവുവിൻ്റെ കാലത്ത് AB വാജ്പേയി പ്രതിപക്ഷ നേതാവുമ്പോൾ പോയ യാത്ര, അതിൽ ജമ്മു മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള ഉണ്ടായിരുന്നു, സൽമാൻ ഖുർഷിദ് ഉണ്ടായിരുന്നു. അന്ന് അവിടെ പോയി സംസാരിച്ച് അതിൽ പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തതാണ്. 2008 പാരീസ് ആസ്ഥാനമായ FAFT അതിൽ പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽപ്പെടുത്തുമ്പോഴും ഈ തരത്തിലുള്ള സർവകക്ഷി സംഘം പോയിട്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനമുണ്ടായിട്ടത്. അപ്പോഴൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി ഇവിടെ രൂപപ്പെടുന്നത്, ഇതിൽ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നിടത്താണ്. കാരണം ഈ പേൽഗാം ആക്രമണം ഉണ്ടായ ഘട്ടം മുതൽ പ്രതിപക്ഷവും സർക്കാരും ഈ കാര്യത്തിൽ നടത്തിയ പ്രതികരണങ്ങൾ അങ്ങേയറ്റം സംയമനത്തോടു കൂടിയാണ്. BJP സാധാരണ നടത്തുന്ന പ്രതികരണങ്ങളുടെ രൂപത്തിൽ അത് വന്നിരുന്നില്ല. അത് പ്രധാനമന്ത്രിയായാലും ആഭ്യന്തരമന്ത്രിയായാലും ആ കാര്യത്തിൽ കാണിച്ചിരുന്ന ജാഗ്രത പ്രധാനം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് പ്രതിപക്ഷവും ആ നിലപാടുകൾക്കൊപ്പം തന്നെയായിരുന്നു. ഇനി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആ സമയത്ത് പരിക്കേറ്റവരെ കശ്മീരിൽ പോയി സന്ദർശിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം രാജ്യം ഒറ്റക്കെട്ടായി ഇതിനെ നേരിടും, ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് പോരാടും എന്ന വാചകങ്ങൾ തന്നെയാണ് പ്രതിപക്ഷത്തിൽ നിന്നും വന്നിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെയല്ലാത്ത പ്രതികരണങ്ങൾ വന്നിട്ടില്ല. പിന്നീട് ദിവസങ്ങൾ ഇപ്പുറം കഴിയുന്നു, തിരിച്ചടി നൽകുന്നു. തിരിച്ചടിക്ക് ശേഷമാണ് എങ്ങനെയാണ് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടോ, അവിടെ ഒരു വീഴ്ച എങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഭീകരർ രാജ്യത്തേക്ക് കടന്നെത്തിയത് എന്ന ചോദ്യം പ്രതിപക്ഷം ചോദിക്കുന്നത്. അതിന്മേലുള്ള മറുപടിയും സംസാരവും നമുക്ക് പാർലമെന്റിലാകാം, പാർലമെന്റ് സെഷൻ വിളിക്കണമെന്ന് പറയുന്നു, സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കണമെന്ന് പറയുന്നു. പക്ഷേ ഇതിനൊന്നും തന്നെ ഇതുവരെ ഭരണപക്ഷം മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിന് മറുപടി നൽകാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതേസമയം മൻ കി ബാത്ത് ഒരു സ്ഥലത്തുണ്ട്, പല സ്ഥലത്തും പൊതുപ്രസംഗങ്ങളുണ്ട്. ഈ തരത്തിൽ പ്രധാനമന്ത്രി മുന്നേറുന്നു. കാരണം അപ്പുറത്തുനിന്നൊരു ചോദ്യം താല്പര്യപ്പെടുന്നില്ല, ചോദ്യത്തിന് മറുപടി താല്പര്യപ്പെടുന്നില്ല. ഈ രൂപത്തിൽ ഏകപക്ഷീയമായ സർക്കാർ മുന്നോട്ട് പോകുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിൻ്റെ അവസാന രൂപത്തിലാണ് ഇപ്പോൾ ഈ സർവകക്ഷി സംഘത്തെ വിടുന്ന കാര്യത്തിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി അതിനോട് യോജിക്കുകയാണ്. ഇപ്പോൾ CPM ആയാലും കോൺഗ്രസിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടല്ല ഇതിലേക്ക് സംഘങ്ങളെ നിശ്ചയിച്ചത് എന്ന് പറയുമ്പോൾ ആ ദൗത്യത്തിനൊപ്പമാണ് എന്ന് പറയുന്നുണ്ട്. CPM-ൽ നിന്നും പ്രതിനിധിയുണ്ട്, ജോൺ ബ്രിട്ടാസ് ഉണ്ട്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് നൽകിയ 4 പേരുടെ പട്ടികയിൽ ആ 4 പേരെ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ വിദേശകാര്യ സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായി ശശി തരൂരിനെ ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ ഞങ്ങൾ ശശി തരൂരിനെ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം സ്വാഭാവികമായി കോൺഗ്രസിനെ അറിയില്ല. കാരണം ഈ കിരൺ റിജിജു കോൺഗ്രസ് നേതാക്കളെ വിളിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഒരു സംഘത്തെ തരൂ, നിങ്ങളുടെ ലിസ്റ്റ് തരൂ എന്ന് പറയുന്നുള്ളൂ. ആ ലിസ്റ്റ് തരൂ എന്ന് പറയുമ്പോൾ തരൂരിനെ ഞങ്ങൾക്ക് വേണം, അതിനൊപ്പം ഒരു ലിസ്റ്റ് തരൂ എന്ന് ആവശ്യപ്പെടാം. അത് ആവശ്യപ്പെടുന്നില്ല. ശശി തരൂര് മാത്രമല്ല കേട്ടോ, ഈ ഇത് ഇങ്ങനെ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ടെന്ന് കനിമൊഴിയും പരസ്യമായി തന്നെ. ആയിക്കോട്ടെ, ലിസ്റ്റ് വേണം, ആ ലിസ്റ്റിൽ തരൂർ വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കോൺഗ്രസ് നൽകിയ പട്ടികയിൽ തരൂർ ഉൾപ്പെടാതിരുന്നത് അത് തരൂരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു ഡീലായി മാറുന്നു എന്ന രൂപത്തിൽ അതിനെ കോൺഗ്രസ് കാണുന്നതുകൊണ്ടാണ്. അങ്ങനെ കാണാനുള്ള സാഹചര്യം തരൂർ ഈ ഘട്ടം പേൽഗാമിന് ശേഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പല ഘട്ടങ്ങളിലായി മോദിയെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചിട്ട് മുൻപ് ലോക സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ലോക നേതാവ് എന്ന തരൂർ മോദിയെ വിശേഷിപ്പിച്ചത് റഷ്യ-യുക്രൈൻ യുദ്ധ സമയത്താണ്. ആ സമയത്ത് പ്രതിപക്ഷം എടുത്ത നിലപാടിന് വിരുദ്ധമായുള്ള പ്രതികരണം തരൂർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പല ഘട്ടങ്ങളിലായി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിന് സമയത്താകട്ടെ ഇപ്പോൾ 71-ലെ കാര്യം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പറഞ്ഞത്? 71-ലെ കാര്യം പറയുന്നത് അമേരിക്കയ്ക്ക് മറുപടി നൽകണം, അമേരിക്ക ഇക്കാര്യത്തിൽ നമുക്ക് മേൽ നിൽക്കുന്ന ഒരു ശക്തിയായി പ്രതികരിക്കാൻ, ആദ്യം വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന ഒരു ശക്തിയായി നിൽക്കുമ്പോൾ അതിന് മറുപടി നൽകേണ്ടതുണ്ട് എന്ന രൂപത്തിലാണ് 71-ൽ അങ്ങനെ ഒരു മറുപടി അന്നത്തെ പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട് എന്ന രൂപത്തിലാണ് കോൺഗ്രസ് പ്രതികരിച്ചത്. അപ്പോൾ 71 അല്ല 2025 എന്ന മറുപടിയുമായി തരൂർ വരുന്നു. 2 വർഷങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും അന്നത്തെ ഓപ്പറേഷനും ഇന്നത്തെ ഓപ്പറേഷൻ തമ്മിൽ വ്യത്യാസമുണ്ടെന്നും ആർക്കാണ് അറിയാത്തത്? അത് അമേരിക്കയോട് എടുത്ത സമീപനവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിലൊക്കെ തന്നെയും ഭരണപക്ഷത്തിനൊപ്പം നിൽക്കുക എന്ന തന്ത്രപരമായ സമീപനം ഇക്കാര്യത്തിൽ ശശി തരൂർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിലും അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് തരൂരിൻ്റെ പേരങ്ങ് ഏകപക്ഷീയമായി കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. അപ്പുറത്ത് കോൺഗ്രസ് നൽകിയ ലിസ്റ്റ് പരിഗണിക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോഴാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ ഇതിപ്പോൾ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട ലോകരാജ്യങ്ങളെ പിന്തുണ നേടുന്ന വിഷയമാണ്. അപ്പോൾ അതിൽ ഇനി കൂടുതൽ പ്രതികരിച്ച് അല്ലെങ്കിൽ തരൂരിനെതിരെ നടപടിയിലേക്കൊന്നും പോകാൻ തൽക്കാലം എന്തായാലും കോൺഗ്രസിന് സാധിക്കില്ല. പക്ഷേ ഈ വിഷയത്തിൽ എങ്ങനെയാണ് തരൂർ പ്രതികരിച്ചത് എന്നുള്ളത്, താൻ
മറ്റൊരു വ്യക്തിത്വമാണ്, തനിക്ക് രാഷ്ട്രീയ പാർട്ടി എന്നതിലപ്പുറം മറ്റൊരു വ്യക്തിത്വമാണ്. ശരിയാണ്, അദ്ദേഹം വിദേശകാര്യ വിദഗ്ധനാണ്, നയതന്ത്ര വിദഗ്ധനാണ്, അദ്ദേഹം UN കുറേ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ശരി തന്നെ, അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യത്തിലും ആർക്കും തർക്കമില്ല. പക്ഷേ കോൺഗ്രസ് മറ്റു പേരുകൾ പുറത്തുവിട്ടത് നോട് എന്താണ് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ അത് അവരോട് ചോദിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അവർ എന്ന് പറയുമ്പോൾ ഞാൻ വേറൊന്നും പാർട്ടി മറ്റൊന്നും എന്ന രൂപത്തിലേക്ക് അദ്ദേഹം സ്വയം കാണുകയാണ്. അവരോട് ചോദിക്കണമെന്ന് പറയുന്നു. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പുറത്തും രാഷ്ട്രീയം കളിക്കുന്നുണ്ട് എന്ന ബോധ്യം എന്തുകൊണ്ട് തരുന്നില്ല, അല്ലെങ്കിൽ അതിനോട് കണ്ണടക്കുകയാണോ തരൂർ എന്ന സംശയമുണ്ട്. ഇതൊരു രാഷ്ട്രീയ ലാഭത്തിന് തരൂരും ഉപയോഗിക്കുകയാണോ, എന്നെ ഇവിടെ നിങ്ങൾ അവഗണിച്ചാൽ എന്നെ പരിഗണിക്കാൻ അപ്പുറത്ത് ഭരണപക്ഷമുണ്ട് എന്ന് കോൺഗ്രസ് തന്നെ കാട്ടിക്കൊടുക്കുകയാണോ തരൂർ എന്ന സംശയം അവിടെയുണ്ട്. അപ്പോൾ എന്നോട് 2 ദിവസം മുമ്പ് തന്നെ ഒരു ഡെലിഗേഷനെ അയക്കുന്ന കാര്യം റിജിജു വിളിച്ചു പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം നിങ്ങളെ മാത്രമല്ല മറ്റു പ്രതിപക്ഷ പാർട്ടികളെയും വിളിക്കുമെന്ന് പറയുന്നു. അപ്പോൾ നേതൃത്വത്തെ അറിയിക്കുമല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണത്രേ റിജിജുവിനോട്. അപ്പോഴും തന്നെ വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ നിമിഷം വരെയും ശശി തരൂർ തൻ്റെ പാർട്ടിയോട് പറഞ്ഞിട്ടില്ല എന്നിടത്ത് അദ്ദേഹം വേറെ തന്നെ മാറി നിൽക്കുന്നു, പാർട്ടി നിലപാടിനൊപ്പമല്ല എന്നതിൻ്റെ സൂചനയാണ്. അദ്ദേഹത്തിന് തൻ്റെ പാർട്ടി അറിയിക്കാനുള്ള ഒരു മര്യാദ കാണിക്കണമായിരുന്നു. ഈ പാർലമെന്ററി കമ്മിറ്റി അധ്യക്ഷനൊക്കെ ആയത് കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ചിട്ടാണല്ലോ, കോൺഗ്രസ് MP ആണല്ലോ നിലവിൽ. നാളെ BJP ടിക്കറ്റിൽ ജയിച്ചുകൊണ്ട് BJP MP ആകുമ്പോൾ അദ്ദേഹത്തിന് BJP ഒപ്പം നിൽക്കേണ്ടി വരും. BJP നിലപാടിന് വിരുദ്ധമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അദ്ദേഹം BJP പോവുകയാണോ എന്നുള്ള സംശയം സ്വാഭാവികമായും കോൺഗ്രസിൽ നേതാക്കൾക്ക് ഉയരാം. ഈ ഘട്ടത്തിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് പറയാണ്ടിരിക്കുന്നു എന്ന് മാത്രം. പിന്നെ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നതിന് സമയമായിട്ടില്ല എന്ന് നിരന്തരം BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്, രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിലൊന്നും പക്ഷേ ആഭ്യന്തരമായി ഒരു അക്കൗണ്ടബിലിറ്റി എന്നൊരു കാര്യമുണ്ട്. സർക്കാരിന് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്. ജനങ്ങളോട് ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതുണ്ട്. അവിടെയാണ് സുരക്ഷാ വീഴ്ചയുണ്ടാകുക എന്ന ചോദ്യം അവിടെ ചോദിക്കുമ്പോൾ അതിന് മറുപടി വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അത് ചോദിക്കാനേ പാടില്ല, അതിന് സമയമേ ആയിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല മുംബൈ ആക്രമണ സമയത്ത് എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. മുംബൈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രിയുടെ രാജിയും ആഭ്യന്തരമന്ത്രിയുടെ രാജിയും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദിയായിരുന്നു. അന്നില്ലാത്ത കാര്യമാണ് ഇന്നൊരു നിലപാടായി കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. ഇതിനെ രാഷ്ട്രീയമായി കാണരുത് എന്ന് പറയുമ്പോൾ ഇവിടെ രാഷ്ട്രീയമായി തിരങ്കായാത്ര BJP സംഘടിപ്പിക്കുന്നുണ്ട്. ഇനി പുൽവാമയ്ക്ക് ശേഷം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? സൈന്യത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മറുപടി നൽകാൻ ഇവിടെ BJPയെ ജയിപ്പിക്കണം എന്ന് രാഷ്ട്രീയമായി ആവശ്യപ്പെട്ടത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ രാഷ്ട്രീയമായി ഈ രാജ്യസ്നേഹത്തെ എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളതൊക്കെ BJP നേരത്തെ തന്നെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതിൻ്റെ തുടർച്ച ഈ വിഷയത്തിലും കാണുന്നു. ഇത് നയത്തിൽ തരൂറിനെ ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റിയ സാഹചര്യം, കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ മിണ്ടാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് പറ്റിയ അവസരം എന്ന് കണ്ടു തന്നെ തരൂരിനെ തന്നെ നയിക്കാൻ അതായത് ആ സംഘത്തെ നയിക്കുന്ന തരൂരാണ്. അതിൽ അദ്ദേഹം യോഗ്യനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് കോൺഗ്രസിനെ പിണക്കിക്കൊണ്ടാകരുതായിരുന്നു, കോൺഗ്രസുമായി സംസാരിച്ചിട്ടാകണമായിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഓരോ പാർട്ടികളോടും നിലപാട് തരണമായിരുന്നു. ഇപ്പോൾ CPM ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുമ്പോൾ ആ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു പാർലമെന്റ് യോഗം വിളിക്കുന്നില്ല, പാർലമെന്റ് വിളിക്കണമെന്നുള്ള കാര്യം നേരത്തെ തന്നെ പ്രതിപക്ഷം പറഞ്ഞാണല്ലോ. അതോടൊപ്പം തന്നെ പറയുന്നു the Prime Minister instead chose to call a meeting of the Chief Ministers of only the BJP NDA rule states to brief them about Operation Sindoor. ദിസ് ഇസ് ഡിസ്ക്രിമിനേറ്ററി. അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാരെ മാത്രം വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അപ്പോൾ അതിൽ രാഷ്ട്രീയമില്ലേ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? രാജ്യത്തിനോട് മൊത്തം പറയേണ്ടതല്ലേ? പ്രതിപക്ഷത്തെ കൂടി, രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ കൂടി അറിയിക്കേണ്ട കാര്യങ്ങളല്ലേ? അപ്പോൾ ഞങ്ങൾ ഭരിക്കുന്നിടത്ത് മാത്രം കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എന്ന സമീപനം അതിൽ രാഷ്ട്രീയമല്ലേ? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തമായ മറുപടി പറയേണ്ട സമയം ആയിരിക്കുന്നു. ഇനി സമയമായിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഡെലിഗേഷൻ പോകണം, ലോകരാജ്യങ്ങളുടെ പിന്തുണ തേടണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിനു മുമ്പ് സർവകക്ഷി സംഘങ്ങൾ പോയ ആക്രമണം ഉണ്ടായ സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ആക്രമണത്തിന് പ്രോണായി നിൽക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഭരിക്കുന്നത് BJP ആണ്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമല്ല മുഴുവൻ നേതാക്കളെയും വിളിച്ചുകൊണ്ടുള്ള യോഗം, അതല്ലേ പാർലമെന്റ് വിളിക്കുമെന്ന് പറയുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ശരി, BJP ആണല്ലോ പകുതി സ്ഥലത്ത് ഭരിക്കുന്നത്, അത് ശരി തന്നെ. പക്ഷെ അങ്ങനെയല്ല, രാജ്യത്തിനോട് മുഴുവൻ പറയേണ്ട കാര്യത്തിൽ പാർലമെന്റിൽ എല്ലാവരോടുമായി സംസാരിക്കുന്നിടത്താണ് അതിൽ സുതാര്യത നിൽക്കുക എന്ന് ഇവിടെ പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. അപ്പോൾ ഈ തിരങ്ക യാത്രയും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ വിജയം എന്ന രൂപത്തിൽ അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ വിജയമാണോ സൈന്യത്തിന്റെ വിജയമാണോ? സൈന്യത്തിന്റെ വിജയമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് രാജ്യം
രാജ്യം ഒരുമിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഇതിൽ സുതാര്യമായ ഒരു സമീപനമല്ല യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ മര്യാദകേടാണ് യഥാർത്ഥത്തിൽ അതത് പാർട്ടികളെ അറിയിക്കാതെ നേതാക്കളെ ചൂസ് ചെയ്യുന്നതിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ തരൂരിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. തരൂരാകട്ടെ കൃത്യമായി അത് അവസരമായി ഉപയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോഴൊരു റിസൾട്ട് ഉണ്ടാകുകയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ കോൺഗ്രസിൽ അതിൽ നിന്നൊരു പ്രതികരണം ഉണ്ടാകാം, മറുപടി ഉണ്ടാകാം. അപ്പുറത്തുനിന്ന് അത് BJP അത് നേട്ടമാക്കാൻ ശ്രമിക്കുമോ എന്നുള്ളതും നമുക്ക് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഇത് ഒരു ഓപ്പറേഷൻ തരൂരാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഓപ്പറേഷൻ തരൂരോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്ന് 2, നോ എന്ന് 1. Meet the editors.